Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis about Pate Valley by Gary Snyder, English Language Skills for Sciences, first semester at Calcutta University, BSc AAC English. Gary Snyder is an American poet, essayist, lecturer, and environmental activist, winner of a Pulitzer Prize for Poetry and the American Book Award. ഗാരി സ്നൈഡർ ഒരു അമേരിക്കൻ പോയറ്റാണ്, അതുപോലെ എസ്സേയിസ്റ്റാണ്, ലെക്ചററാണ്, അതുപോലെ ഒരു എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റാണ്. അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോയട്രിക്ക്. അതുപോലെ അമേരിക്കൻ ബുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹിസ് ഏർലി പോയട്രി ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ബീറ്റ് ജനറേഷൻ, എ ഗ്രൂപ്പ് ഇൻക്ലൂഡഡ് അലൻ ഗിൻസ്ബർഗ് ആൻഡ് ജാക്ക് കെറോക്ക്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തിൽ അദ്ദേഹത്തിൻ്റെ പോയട്രികളൊക്കെ ബീറ്റ് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ബീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സാണ്. അതിൽ വരുന്നതാണ് അലൻ ഗിൻസ്ബർഗ്, ജാക്ക് കെറോക്ക് തുടങ്ങിയിട്ടുള്ളതൊക്കെ. Then above Pate Valley, this poem included in his collection Riprap and Cold Mountain Poems, it published in 1959. Above Pate Valley എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോം, അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ ഓഫ് പോംസ് ഉണ്ട്, റിപ്രാപ്പ് എന്ന് പറഞ്ഞിട്ട്, റിപ്രാപ്പ് ആൻഡ് കോൾഡ് മൗണ്ടെയിൻ പോംസ് എന്ന് പറഞ്ഞിട്ട്. അത് 1959 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു പോമാണ് അബോവ് പേറ്റ് വാലി എന്ന് പറയുന്നത്. It is a beautiful example of the use of natural imagery to convey deep and complex emotions. അപ്പോൾ ഈ ഒരു പോം ഒരു നാച്ചുറൽ ഇമാജറിക്ക് ഉദാഹരണമാണ്. അതായത് ഒരുപാട് നേച്ചറിലുള്ള ഇമാജറി ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് ഇമോഷൻസൊക്കെ കൺവേ ചെയ്യാൻ അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നാച്ചുറൽ ഇമേജറി അദ്ദേഹം ഇതിലൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ ഇമേജറിക്ക് ഉദാഹരണമാണ് അബോവ് പേറ്റ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോം. പേറ്റ് വാലി ഈസ് എ റിമോട്ട് ഏരിയ ഇൻ യോസ്മിറ്റ് നാഷണൽ പാർക്ക്, കാലിഫോർണിയ. പേറ്റ് വാലി എന്ന് പറയുന്നത് ഒരു റിമോട്ട് ഏരിയ ആണ്. കാലിഫോർണിയയിലുള്ള യോസ്മൈറ്റ് നാഷണൽ പാർക്ക് ഉള്ള ഒരു റിമോട്ട് ഏരിയ ആണ് പേറ്റ് വാലി എന്ന് പറയുന്നത്. The poem above Pate Valley reflects on the experience of clearing a trail and exploring the natural beauty of Pate Valley. അപ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ ഒരു ജേർണിയിലാണ്, ഒരു യാത്രയിലാണ്. അപ്പോൾ അവർ ഈ ഒരു യാത്രയിലുടനീളം അവരുടെ പാത ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വഴിയൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ച് ആണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവർ ആ പേറ്റ് വാലിയിലേക്ക്, പേറ്റ് വാലിയുടെ ആ ഒരു ബ്യൂട്ടി, നേച്ചറിൻ്റെ ആ ഒരു ബ്യൂട്ടി അവർ ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. The poet, including a group is encountering a remote, untouched valley which seems to be very beautiful. അപ്പോൾ പോയറ്റ് ഉൾപ്പെടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഈ ഒരു ജേർണി നടത്തുന്നത്. അപ്പോൾ അവർ ആ ഒരു പേറ്റ് വാലിയുടെ ബ്യൂട്ടി, നേച്ചറിൻ്റെ ബ്യൂട്ടി അവരിതിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The route is covered with vegetation and it is the duty of the group to clear the trail for smooth travel. അപ്പോൾ അവരുടെ ആ ഒരു സുഗമമായിട്ടുള്ള അവരുടെ ആ ഒരു യാത്രക്ക്, അവരുടെ ആ ഒരു ജേർണിക്ക് വേണ്ടിയിട്ട് അവർ ഭാഗവും ഒരുപാട് പുല്ലുകളും ഒരുപാട് വള്ളിപ്പടപ്പുകളൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പാത ക്ലിയർ ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ ഒരു ഡ്യൂട്ടിയാണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഡ്യൂട്ടിയാണ് ആ ഒരു പാത ക്ലിയർ ചെയ്യുക എന്നുള്ളത്, അവരുടെ സ്മൂത്ത് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട്. ദേ കംപ്ലീറ്റഡ് ഓൾമോസ്റ്റ് എ മേജർ പാർട്ട് ഓഫ് ദ റൂട്ട് ബൈ നൂൺ. അപ്പോൾ അവരുടെ യാത്ര ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് അപ്പോഴേക്കും യാത്ര ഒരു ഏകദേശം ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർ കുറേ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. Poet is mentioning about the location. They are 2,000 feet above the creek. Creek means small river. They are at the very high point in their journey. ഇപ്പോൾ പോയിട്ട് അവരുടെ ആ ഒരു ലൊക്കേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവർ നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ മാതൃക ഒക്കെ പറയുന്നുണ്ട്. 2000 ഫീറ്റ് ഒരു ക്രീക്ക് മീൻസ് ജലനിരപ്പ്, അതായത് ഒരു സ്മോൾ റിവർ എന്നാണ് പറയുന്നത്. സ്മോൾ റിവർ ഓർ സ്ട്രീം എന്നാണ് പറയുന്നത്. അതായത് ഒരു പുഴ അല്ലെങ്കിൽ അരുവി. 2000
ഫീറ്റ് ഈ ഒരു ജലനിരപ്പിൽ നിന്ന് 2000 ഫീറ്റ് ഉയരത്തിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അവരുടെ ജേണി ഇപ്പോൾ വളരെ ഉയരത്തിലാണ്, ഹൈ പോയിൻറ്റിലാണെന്ന് പറയുന്നുണ്ട്. They can see the white pine groves. It symbolizes the nature's beauty. അപ്പോൾ അവർക്ക് അവിടെ നിന്നിട്ട് പൈൻ മരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ പൈൻ മരങ്ങളൊക്കെ ആ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ദ ഗ്രൂപ്പ് ലീവ്സ് ദ റോക്കി ഏരിയാസ്. പിന്നീട് അവർ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അവരിങ്ങനെ ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജേണിയിൽ പല നേച്ചറിൻ്റെ പല കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പൈൻ മരങ്ങൾ കണ്ടു, പിന്നെ റോക്കി ഏരിയാസ്, അവർ പോകുന്നതിനിടയ്ക്ക് റോക്കി ഏരിയാസ് അവർ കണ്ടു. We can identify two types of environment. One is very harsh and other very striking, inviting the imagination to enjoy the beauty of nature. അപ്പോൾ നമുക്കിവിടെ 2 തരത്തിലുള്ള പരിസ്ഥിതിയെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് നല്ല ഹാർഷായിട്ടുള്ളതും ഒന്ന് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളതും. ഇതൊക്കെ നേച്ചറിൻ്റെ ബ്യൂട്ടി നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. They reached a peaceful area with grasses and wildflowers. അങ്ങനെ പിന്നീട് അവരൊരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഏരിയയിലെത്തി. അവിടെ ഒരുപാട് പുല്ലുകളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആസ്പെൻ ട്രീസ് ഹാവ് വൈറ്റ് ട്രങ്ക് ദാറ്റ് ഗ്ലോ ഇൻ സൺലൈറ്റ്. അതുപോലെ ആസ്പെൻ ട്രീസ്, ആസ്പെൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ട്രീ ആണ്. അപ്പോൾ അതിൻ്റെ ചില്ലകളൊക്കെ വൈറ്റാണ്, സൺലൈറ്റിൽ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ട്രൗട്ട് ഈസ് എ കൈൻഡ് ഓഫ് ഫിഷ് കുക്ക്ഡ് ഓവർ ആൻ ഓപ്പൺ ഫ്ലെയിം. ട്രൗട്ട്, പിന്നീട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ട്രൗട്ട് മീൻസ് എ കൈൻഡ് ഓഫ് ഫിഷാണ്. അവർ ഫിഷ് ഫ്രഷായിട്ട് പിടിച്ച് മേ ബി ഒരു ഓപ്പൺ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് കണ്ടാണ് കഴിക്കുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. Trembling shadows represent the movement of leaves and its shadows in the flickering light with them. പിന്നീട് ട്രെംബ്ലിംഗ് ഷാഡോസ്, അതായത് ഈ ഒരു ട്രെംബ്ലിംഗ് ഷാഡോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലീവ്സിൻ്റെ, ഇലകളുടെ ആ ഒരു മൂവ്മെൻറ്റ്, അതുപോലെ ഷാഡോസിൻ്റെ മൂവ്മെൻറ്റ്. ഈ ഒരു മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈറ്റിലൂടെ അവർക്ക് ആ ഒരു ലീവ്സിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ ഷാഡോസിൻ്റെ മൂവ്മെൻറ്റൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓൾസോ റെപ്രസെൻറ്റ് ഹിസ് ഇന്നർ ഫിയർ, സസ്പിഷൻ ആൻഡ് അതർ അൺസീൻ വണ്ടേഴ്സ് ഓഫ് നേച്ചർ. അപ്പോൾ ഈ ട്രെംബ്ലിംഗ് ഷാഡോസ് പിന്നീട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇന്നർ ഫിയേഴ്സ്, അവരുടെ ഉള്ളിലുള്ള ഭയത്തെയാണ്, അല്ലെങ്കിൽ സസ്പിഷൻ, സംശയത്തെയാണ്. അതായത് അവർക്ക് ഈ ഒരു നേച്ചറിൽ അവർ കാണാത്ത ഒരുപാട് വണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഇന്നർ ഫിയേഴ്സ്, സസ്പിഷനെയൊക്കെയാണ് ഈ ഒരു ട്രെംബ്ലിംഗ് ഷാഡോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോയറ്റ് ഹാസ് ഡിസ്കവേർഡ് സംതിങ് ഷൈനി. പിന്നീട് നമ്മുടെ പോയറ്റ് ഒരു സംതിങ് ഷൈനി ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ദ പോയറ്റ് യൂസസ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഇനേഴ്സ് ടു നാവിഗേറ്റ് ദ ഡെൻസ് ഗ്രാസ് വിച്ച് ഗിവ്സ് us എ വിവിഡ് സെൻസറി ഇമേജ്. പിന്നീട് പോയറ്റ് അതിൻ്റെ കൈകളും കാലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ആ ഒരു തിങ്ങി നിറഞ്ഞ അവരുടെ ആ ഒരു യാത്രയിൽ അവരുടെ ചുറ്റുപാടും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു പുല്ലിനെയൊക്കെ വകച്ചു മാറ്റി അവർ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സെൻസറി ഇമേജാണ് നമുക്ക് നൽകുന്നത്. Poet mentions about arrowhead living spread over the place, which indicates the presence of an ancient culture and their leftover. പിന്നീട് പോയറ്റ് ഈ ഒരു പോയറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആരോഹെഡ് മീൻസ് ഈ അമ്പടയാളം. അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതായത് ഇവർക്ക് മുന്നേ ആൻസസ്റ്റേഴ്സ്, അത് നമ്മളുടെ പൂർവികർ അവിടെ ഉണ്ടായിരുന്നു, അവരിങ്ങനെ വഴിയൊക്കെ വെട്ടിത്തെളിച്ചിട്ട് ആണ് അവരുടെ ജേണിയിൽ അങ്ങനെയായിരുന്നു അവരുടെ യാത്ര ക്ലിയർ ചെയ്തിരുന്നത്. ആരോഹെഡ് അവിടെ ഒരു തെളിവായിട്ട് കാണപ്പെട്ടു. അതെന്തിനാണ്, അതിൻ്റെ ആ ഒരു ആരോഹെഡിൻ്റെ പ്രസൻസ് എന്തിനെയാണ് കാണിക്കുന്നത്? ഒരു ആൻഷ്യൻ കൾച്ചർ ആൻഡ് ദെയർ ലെഫ്റ്റ് ഓവർ, അതായത് പുരാതന കാലത്തെ ഒരു സംസ്കാരത്തെ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ അവശേഷിപ്പാണ് ഈ ഒരു ആരോഹെഡ് എന്ന് പറയുന്നത്. ദ യൂസ് ഓഫ് ദെയർ ഓൺ ട്രയൽ മീൻസ് ദ യൂണിക്നെസ് ഹിയർ. അതുപോലെ ഈ ഒരു പോയത്തിൽ ദെയർ ഓൺ ട്രയൽ, അതായത് അവർ
സ്വന്തം വഴി വെട്ടി തെളിച്ചിട്ടാണ് അവർ അവരുടെ യാത്ര തുടങ്ങുന്നത്. അതൊരു യൂണിക്നെസ്സിനെയാണ് കാണിക്കുന്നത്. ഈച്ച് പാത്ത് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് വാല്യുബിൾ, റിഫ്ലക്റ്റിംഗ് ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് വൺ ഹു ഫോളോസ് ഇറ്റ്. ദ ടൂൾസ് ലൈക്ക് ഡ്രിൽ, പിക്ക്, സിംഗിൾ ജാക്ക് ആർ യൂസ്ഡ് ഫോർ മൈനിങ് പർപ്പസ്. പിന്നീട് ഈ പോയത്തിൽ ഒരുപാട് ടൂൾസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഡ്രില്ല് ചെയ്യുന്ന മെഷീന്, അതുപോലെ പിക്കാസ്, സിംഗിൾ ജാക്ക് തുടങ്ങിയിട്ടുള്ളതൊക്കെ, ഇതൊക്കെ മൈനിങ് പർപ്പസിനെയാണ് കാണിക്കുന്നത്. 10,000 years സിംപ്ലൈസ് ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവ് ബീൻ ഓൺ ഗോയിങ് ലോങ് ഹിസ്റ്ററി ഓഫ് മൈനിങ് ഹ്യൂമൻ ലേബർ. അപ്പോൾ 10,000 years എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതെന്തിനാണ് കാണിക്കുന്നത്? ഈ മൈനിങ് പർപ്പസൊക്കെ കുറേ മുന്നേ തന്നെ ഉണ്ടായിരുന്നു, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ മൈനിങ്ങിനും ഹ്യൂമൻ ലേബറിനൊക്കെ ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, the poem contrasts the speaker's modern tile clearing work with the traces of indigenous people who once lived there, highlighting a deep connection between past and present. അതുപോലെ ഈ ഒരു പോം നമ്മുടെ സ്പീക്കറുടെ മോഡേൺ ട്രയൽ, അതായത് ഈ ആധുനിക യുഗത്തിൽ അവരുടെ ആ ഒരു വഴി വെട്ടി തെളിച്ച് അവർ ആ ഒരു ജേർണി സ്മൂത്താക്കുന്ന രീതിയും, ആൻഷ്യൻ്റ്, അതായത് പുരാതന കാലത്ത് ഇൻഡിജിനിയസ് പീപ്പിൾ എങ്ങനെയാണ് അവർ നമ്മുടെ ആൻസസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്, ഒരു കമ്പാരിസൺ അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നടത്തുന്നുണ്ട്. അതായത് ഈ ആൻസസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, അവരും ഇങ്ങനെയുള്ള മൈനിങ് ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതിനുള്ള തെളിവ് പോയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആരോഹെഡിൻ്റെ പ്രസൻസ്. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം Above Beit Valley. We finished clearing the last section of trail by noon, high on the ridge side, 2,000 feet above the creek. Reached the pass, went on beyond the white pine groves, granite shoulders to small green meadow watered by the snow. We finished clearing the last section of trail by noon. അതായത് ഞങ്ങൾ ആയപ്പോഴേക്കും ഞങ്ങളുടെ ആ ഒരു ട്രയൽ, അതായത് ഞങ്ങൾ വഴി വെട്ടിങ്ങനെ തെളിച്ചിങ്ങനെ വരികയാണ്, ഞങ്ങളുടെ ആ ഒരു പാത ക്ലിയർ ആക്കിക്കൊണ്ട് വരികയാണ്, ഞങ്ങളുടെ ആ ഒരു ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു നൂണായപ്പോഴേക്കും. ഹൈ ഓൺ ദ റിഡ് സൈഡ് 2,000 feet above the creek. ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നത്? വളരെ ഉയരത്തിലാണ്, 2000 ഫീറ്റ് ഉയരത്തിൽ, അതായത് ക്രീക്ക് മീൻസ് സ്മോൾ റിവറിൻ്റെ ജലനിരപ്പിൽ നിന്ന് 2000 ഫീറ്റ് ഉയരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. റീച്ച് ദ പാസ്, വെൻറ്റ് ഓൺ ബിയോണ്ട് ദ വൈറ്റ് പൈൻ ഗ്രോവ്സ്, ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ് ടു സ്മോൾ ഗ്രീൻ മെഡോ വാട്ടർഡ് ബൈ ദ സ്നോ. പിന്നീട് ഞങ്ങൾ വലിയ മൗണ്ടെയിനൊക്കെ പാസ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വൈറ്റ് പൈൻ ട്രീസ് ഉണ്ടായിരുന്നു. ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ് മീൻസ് വലിയ റോക്കുകൾ, പാറകളുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ പച്ച നിറത്തിലുള്ള ഒരു ഒരു പുൽമേട് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ മഞ്ഞ് വീണ് വെള്ളം അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. Edged with the aspen, sun straight high and blazing, but the air was cool. പിന്നീട് പറയുന്നത് ആസ്പെൻ ട്രീസ് ഇങ്ങനെ അരികിലൊക്കെ ഇങ്ങനെ ആസ്പെൻ മീൻസ് എ കൈൻഡ് ഓഫ് ട്രീ ആണ്, അതിങ്ങനെ കാണപ്പെടുന്നുണ്ട്. അതിലൂടെ സൂര്യൻ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഉദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അന്തരീക്ഷം വളരെ കൂളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് എ കോൾ ഫ്രൈഡ് ട്രൗട്ട് ഇൻ ദ ട്രംബ്ലിംഗ് ഷാഡോസ്. പിന്നീട് പറയുന്നത് ഞങ്ങളൊരു ട്രൗട്ട് മീൻസ് ഒരു കൈൻഡ് ഓഫ് ഫിഷ് ഞങ്ങൾ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ട്രംബ്ലിംഗ് ഷാഡോസ് എന്ന് പറയുന്നത് ആ സമയത്ത് ലീവ്സിൻ്റെയും ഷാഡോസിൻ്റെയൊക്കെ ഒരു മൂവ്മെൻ്റാണ് പറയുന്നത്. I spied a glitter and found a flake black volcanic glass obsidian by a flower. പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഉറ്റുനോക്കുന്ന സമയത്ത് എന്തോ ഷൈനിങ് ആയിട്ട് കണ്ടു. അതൊരു ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ് ആയിരുന്നു. ഒബ്സീഡിയൻ
ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു ഫ്ലവർ കണ്ടത് പറയുന്നുണ്ട്. ഹാൻസൺ ഈസ് പുഷിംഗ് ദ ബെയർ ഗ്രാസ് തൗസൻഡ്സ് ഓഫ് ആരോഹഡ് ലിവ്സ് ഓവർ 100 yards, നോട്ട് വൺ ഗുഡ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, പോയിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൈകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കാലുകൾ കൊണ്ടൊക്കെ അദ്ദേഹം പോകുന്ന വഴിയിലുള്ള ഗ്രാസ് ഒക്കെ ഇങ്ങനെ വകഞ്ഞ് മാറ്റുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആരോഹഡിൻ്റെ പ്രസൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആരോഹഡ് അവിടെ കാണപ്പെട്ടു. ആരോഹഡ് മീൻസ് ഈ അമ്പയത്തിൻ്റെ അടയാളങ്ങളൊക്കെ കാണപ്പെട്ടു. അത് 100 yards, അതായത് ലെഫ്റ്റ് ഓവറാണത്. അതായത് അവിടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നത് കാണിക്കാൻ, അവരുടെ പ്രസൻസിനെ കാണിക്കാനുള്ള ഒരു ലെഫ്റ്റ് ഓവറായിട്ടാണ് പോയറ്റ് ഇതിൽ പറയുന്നത്. അവരും മൈനിങ് ഒക്കെ ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ. നോട്ട് വൺ ഗുഡ് ഹെഡ് ജസ്റ്റ് റൈസസ് ഫ്ലേക്സ് ഓൺ എ ഹിൽ സ്നോഡ് ഓൾ ബട്ട് സമ്മർ. പിന്നീട് അദ്ദേഹം പറയുന്നത്, സമ്മറായിട്ട് കൂടി അവിടെ നല്ല സ്നോ മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. എ ലാൻഡ് ഓഫ് ഫാറ്റ് സമ്മർ ഡിയർ ദേ കെയിം ടു ക്യാമ്പ്. അതുപോലെ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് മാനുകളെ കണ്ടു. അവർ ഞങ്ങളെപ്പോലെ തന്നെ ക്യാമ്പിന് വന്നതായിരിക്കും. ഓൺ ദെയർ ഓൺ ട്രെയിൽസ്, അവരും അവരുടേതായിട്ടുള്ള ട്രയൽസിലായിരിക്കും, അവരുടേതായിട്ടുള്ള ജോലിയിലായിരിക്കും. അവരിങ്ങനെ അവരുടെ ജേണിയിലുള്ള വഴികളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ ഫോളോഡ് മൈ ഓൺ ട്രയൽ ഹിയർ. ഞാനിവിടെ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് വഴികളൊക്കെ ഇങ്ങനെ തെളിച്ചു പോകുന്നത്. പിക്ഡ് അപ്പ് ദ കോൾ ഡ്രിൽ, പിക് സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനാമൈറ്റ് 10,000 years. അതായത് ഞാൻ എൻ്റെ ഡ്രില്ല്, അതുപോലെ പിക്ക് മീൻസ് പിക്കാസ്, അങ്ങനെയുള്ള ഉപകരണങ്ങൾ, ടൂൾസ് ഒക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. 10,000 years എന്ന് പറഞ്ഞാൽ, അതായത് ഇതെന്തിനാണ് കാണിക്കുന്നത്, മൈനിങ് പർപ്പസ്. അതായത് മൈനിങ് അവിടെ നടന്നിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ. അതായത് നമ്മളെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികർ അങ്ങനെ ചെയ്തിരുന്നു, അതിപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയണം. ഓക്കെ. ദെൻ തീം ഓഫ് ദ പോം, കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ. അപ്പോൾ ഇതിൽ മേജർ തീമായിട്ട് വരുന്നത് നേച്ചറും ഹ്യൂമാനിറ്റിയും തമ്മിലുള്ള കണക്ഷനാണ്. Poet contrasts the speaker's modern task of trial clearing with the ancient presence of indigenous people represented by the arrowhead fragments. അതായത് പിന്നീട് പോയറ്റ് മോഡേൺ ടാസ്ക് ഓഫ് ട്രയൽ ക്ലിയറിങ്, അതായത് ആധുനിക രീതിയിൽ ഈ ഒരു വഴി തെളിക്കുന്നതും ആൻഷ്യൻ്റ് പുരാതന കാലത്ത് ഇൻഡിജിനസ് പീപ്പിൾ എങ്ങനെയാണ്, നമ്മുടെ പൂർവികർ എങ്ങനെയാണ് വഴി തെളിച്ചിരുന്നത് എന്നുള്ളതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അദ്ദേഹം ഇതിൽ നടത്തുന്നുണ്ട്. അതിനൊരു അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ലെഫ്റ്റ് ഓവറാണ് ആരോഹഡ് ഫ്രാഗ്മെൻറ്റ്സ്, ഈ ഒരു അമ്പയത്തിൻ്റെ ആ ഒരു കഷ്ണം എന്ന് പറയുന്നത്. ഷോസ് ഹൗ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഹൗ ഇൻട്രാക്ട് വിത്ത് ദ സെയിം ലാൻഡ്സ്കേപ്പ്. ഓക്കെ.